ഹായ് എവരിവൺ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോക്സ് ആണ്. PSC ആയാലും SSC ആയാലും അതിൽ ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. കാരണം അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ പേർക്കുള്ള ഇത് കുറേ പാടാണ്, കുറച്ച് പേർക്കെല്ലാം ഇത് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് എളുപ്പത്തിൽ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഓൾറെഡി ഒരു ചോദ്യം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ സർക്കിളിനെ നമ്മൾ ഒരു ക്ലോക്ക് ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ക്ലോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇനി ഇതിനോടൊപ്പം ചേർത്ത് പറയാവുന്ന രണ്ട് പാരാമീറ്റേഴ്സ് നമുക്കിവിടെ ക്ലോക്കിലുണ്ട്. അതിലൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് അവറാണ്, അതായത് മണിക്കൂറാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. സെക്കൻഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ തൽക്കാലം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ഹവർ ആൻഡ് മിനിറ്റ് എന്ന് പറയുന്ന ഈ പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒട്ടുമിക്കതും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ടോട്ടൽ എത്ര അവേഴ്സ് ആണുള്ളത്? ഈ ക്ലോക്കിൽ കാണിക്കുന്നത് 12 അവേഴ്സ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മിനിറ്റ് ആണുള്ളത്? 60 മിനിറ്റ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് പാരാമീറ്ററിനെയും ഈ ആംഗിൾ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ആ കമ്പാരിസൺ എങ്ങനെയായിരിക്കും വരുന്നത്? 12 അവേഴ്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 360 ഡിഗ്രി ആണ് വരിക അല്ലേ. 12 അവേഴ്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അറ്റ് ദ സെയിം ടൈം 1 അവർ അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 360 ഡിവൈഡഡ് ബൈ 12. 360 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടുക? ഇറ്റ് ഇസ് സിമ്പിൾ 30 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. സോ 12 അവേഴ്സ് ഈസ് ഈക്വൽ ടു 360 ആൻഡ് 1 അവർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദ സെയിം ടൈം നമുക്ക് മിനിറ്റ്സിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 60 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? നേരത്തെ പറഞ്ഞത് തന്നെയാണ് 360 ഡിഗ്രീസ്. ഇനി 1 മിനിറ്റ് ആണ് വരുന്നതെങ്കിലോ 360 ഡിവൈഡഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 6 ഡിഗ്രീസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 1 അവർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രീസ് ആൻഡ് 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിഗ്രീസ്. ഇനി നമ്മൾ ഒരു കമ്പാരിസൺ കൂടി നോക്കുകയാണ്. ഈ രണ്ട് പാരാമീറ്ററിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ്. അതായത് ഈ 1 അവർ എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അല്ലേ. അറ്റ് ദ സെയിം ടൈം അവർ ഇവിടെയാണ്, മിനിറ്റ് ഇവിടെയാണ്. അറ്റ് ദ സെയിം ടൈം 1 അവറിൽ മിനിറ്റ് ഹാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 1 അവർ എന്ന് പറയുന്നത് 1 റെവല്യൂഷൻ ആണ് അല്ലേ. 1 റെവല്യൂഷനിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ് ആണല്ലോ. ഇനി നമ്മൾ അതിൻ്റെ റേഷ്യോസ് എടുക്കുകയാണ്. 30:360 നമുക്ക് എങ്ങനെ എഴുതാം? 3:36 എന്ന് എഴുതാലോ. ബോത്ത് ആർ സെയിം അല്ലേ. ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1:12 എന്ന് എഴുതാം അല്ലേ. അതായത് അവർ ആൻഡ് 1 ഡിഗ്രി മൂവ് ചെയ്യുന്ന സമയത്ത് മിനിറ്റ് ആൻഡ് എത്ര ഡിഗ്രി മൂവ് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് 12 ഡിഗ്രീസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഹാഫ് എന്നും ഇതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 6 ഡിഗ്രീസ് എന്നും അല്ലേ. വിച്ച് മീൻസ് 6 ഡിഗ്രീസ് മിനിറ്റ് ഹാൻഡിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 6 ഡിഗ്രീസ് മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? 1 മിനിറ്റ് ആണ്. സോ നമുക്ക് പറഞ്ഞു വന്നത് ഇതാണ്, മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ അവർ ഹാൻഡ് മൂവ് ചെയ്യുന്നത് ഹാഫ് ഡിഗ്രീസ് ആണ്. അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് അവർ 6 ഡിഗ്രീസ് മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പോകുന്നത് ഹാഫ് ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക്സ് വെച്ചിട്ട് നമുക്ക് ക്ലോക്കിൻ്റെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിലോട്ട് നമുക്കൊന്ന് പോവാം. ആ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ ആംഗിൾ പ്രൊഡ്യൂസ്ഡ് ബൈ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് വെൻ ദ ടൈം ഷോൺ 7:20 ഇൻ ദ ക്ലോക്ക്. അതായത് ക്ലോക്കിൽ 7:20 എന്ന് പറയുന്ന സമയം കാണിക്കുമ്പോൾ ഈ രണ്ട് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. 7:20 എന്ന് പറയുന്ന സമയം ക്ലോക്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. 20 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4-ലും 7-ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാക്ട് 7-ലായിരിക്കില്ല. കാരണം എന്താണ്? ഈ 20 മിനിറ്റ്സ് ഇവിടെ ചെറിയൊരു ടിൽറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 8 and 7 ആയിരിക്കും ആ അവർ ആൻഡ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആൻസർ നോക്കാം. നമ്മളിവിടെ 3 മെത്തേഡ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് ഈ ഫിഗർ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മിനിറ്റ്സ് ഒന്ന് നോക്കാം. ഇവിടെ 4 to 5 എന്ന് പറയുമ്പോൾ 1 അവർ വന്നിട്ടുണ്ട്. സെയിം ടൈം 5 to 6 1 അവർ വന്നിട്ടുണ്ട്. 6 to 7 again 1 അവർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം 3 കംപ്ലീറ്റ് അവേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. 3 കംപ്ലീറ്റ് അവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? 3 into 1 അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര ആംഗിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്? 30 ഡിഗ്രീസ് ആണ് അല്ലേ. 3 into 30 which is equal to 90 degree.
ആണല്ലോ. അപ്പോൾ 3 കംപ്ലീറ്റ് അവേഴ്സ് ഫോം ചെയ്യുന്നത് 90 ഡിഗ്രിയും ഇനി ഒരു ചെറിയ ടിൽട്ടും ഇവിടെ വന്നിട്ടുണ്ട്. 7-ൽ നിന്ന് മാറി ഒരു ചെറിയ ടിൽട്ട് വന്നിട്ടുണ്ട്. ആ ടിൽട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 20 മിനിറ്റ്സ് ആണല്ലോ ടിൽട്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 മിനിറ്റിൽ അവർ ആൻഡ് മേക്ക് ചെയ്യുന്ന ടിൽട്ട് എന്ന് പറയുന്നത് ഹാഫ് ഡിഗ്രീസ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ 20 മിനിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 20 ഇൻറ്റു ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു 10 ഡിഗ്രീസ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 90 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. ഇത് രണ്ടും കൂടി സമപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? 100 ഡിഗ്രീസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രീസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള ഈ ചോദ്യം സോൾവ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്. ഇനി നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് കൂടി നോക്കാം. ആ മെത്തേഡ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ മെത്തേഡ് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഫോർമുലയാണ് 30h - 11/2m. ഇതാണ് ആ ഫോർമുല വരുന്നത്, 30h - 11/2m. h എന്ന് പറയുന്നത് എന്താണ്? ഈ അവർ ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. എം എന്ന് പറയുന്നത് മിനിറ്റ് ആൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ 30 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇവിടെ എച്ച് എന്ന് പറയുന്നത് 7 ആണ്. സോ ലെറ്റ്സ് പുട്ട് 7 ദെയർ. ആൻഡ് എം എന്ന് പറയുന്നത് എന്താ വരിക? 20 ആണ്. സോ ലെറ്റ്സ് പുട്ട് 20 ദെയർ. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 21 ആണ്. പ്ലസ് 0 മൈനസ് 11 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 110 വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. നമ്മൾ ലോജിക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് അവിടെ കിട്ടും. ഓക്കെ. ഇനി ഇതൊന്നും അല്ലാതെ, ഈ രണ്ട് മെത്തേഡും അല്ലാതെ മൂന്നാമതൊരു മെത്തേഡ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ. മൂന്നാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന, അതായത് ലോജിക്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡ് തന്നെ ആ ഫിഗർ ഇല്ലാതെ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അതും ഒരു ഷോർട്ട് കട്ട് തന്നെയാണ്. നമ്മളപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ടൈം ഫസ്റ്റിലെ എടുത്തെഴുതുക. ഓക്കെ. തന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്രയാണോ അത് ഇവിടെ എഴുതുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടൈമിനെ കറസ്പോണ്ടിങ് ക്ലോക്കിലുള്ള സമയമായിട്ട്, അതിന് നമുക്ക് വരച്ച് നോക്കണമെന്നൊന്നുമില്ല, നമ്മുടെ മൈൻഡിൽ അസ്യൂം ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയം ഒന്ന് എഴുതി വയ്ക്കുക. 7-ന് 7 തന്നെയാണ്. 20 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കും? 4 ആണ് അല്ലേ? 20 എന്ന് പറയുന്നത് 4 ആണ്. ഇനി തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആണ് കിട്ടുക അല്ലേ? 7 - 4 എന്ന് പറയുന്നതിൻ്റെ മോഡ് വാല്യൂ എടുക്കുന്നത് 3 ആയിരിക്കും. ഇനി ഈ 3നെ എന്ത് ചെയ്യാം? നമുക്ക് ഈ 3നെ മൾട്ടിപ്ലൈ വിത്ത് 30. അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് എഴുതി വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൻ്റെ മോഡുലസ് കണ്ടു. തേർഡിൽ ആ കിട്ടിയ വാല്യൂവിനെ അല്ലെങ്കിൽ ആ കിട്ടിയ സാധനത്തിന് നമ്മൾ 30 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ. ആ കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. തൽക്കാലം അവിടെ സേവ് ചെയ്ത് വെക്കുക. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിരിക്കുന്ന മിനിറ്റിനെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്ന ഈ മിനിറ്റിനെ മൾട്ടിപ്ലൈ ബൈ ഹാഫ് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാം. രണ്ടും ചെയ്യുന്നത് സെയിം തന്നെയാണ്. മൾട്ടിപ്ലൈ വിത്ത് ഹാഫും ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ 20 ഇൻറ്റു ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുക? ഇവിടെ കിട്ടുന്നത് 10 ആണ് അല്ലേ? 20 ഇൻറ്റു ഹാഫ് അല്ലെങ്കിൽ 20 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10. ഓക്കെ. നൗ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന 90യും പിന്നെ ഇപ്പോൾ കിട്ടിയ 10ഉം. അപ്പോൾ ഇത് രണ്ടും കൂടി സമപ്പ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 100 ഡിഗ്രീസ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ? അപ്പോൾ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ഫോർമുലാസ് മറന്നുപോയ ആളാണെങ്കിൽ നമുക്ക് ബേസിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് ചെയ്യാം. അതല്ല ഫിഗർ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിലേതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.